ഹായ് കൂട്ടുകാരെ, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ബോൺസായ് എന്ന ചാപ്റ്ററിലെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. आंगन से खोदकर गमले में लगा देने से पौधे में क्या क्या परिवर्तन हो सकते हैं? മുറ്റത്ത് നിന്ന് കുഴിച്ചെടുത്തിട്ട് ചെടിച്ചട്ടിയിൽ വെച്ച് കഴിയുമ്പോൾ ചെടിയിലുണ്ടാവുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാകാം? പൗധ പ്രകൃതി സെ അലഗ് ഹോ ജാതാ ഹൈ. ചെടി പ്രകൃതിയിൽ നിന്ന് വേർപെട്ടു പോകുന്നു. ഉസ്കി ജഡോं को फैलने के लिए कम जगह मिलती है. അതിൻ്റെ വേരുകൾക്ക് പടരാനായിട്ട് കുറച്ച് സ്ഥലമേ കിട്ടുള്ളൂ. അടുത്തത് ഡ്രോയിങ് रूम में बोनसाई को അതിഥി ലോക് ആശ്ചര്യ से क्यों देखते होंगे? ബോൺസായിനെ അലങ്കരിച്ചൊരു ചട്ടിയിൽ ഡ്രോയിങ് റൂം, അതായത് ഹാളിൽ, വീടിൻ്റെ ഹാളിൽ വെച്ചിട്ടുണ്ടെന്ന് നമ്മൾ കണ്ടു അല്ലേ. അങ്ങനെ വെച്ചിരിക്കുന്ന ബോൺസായിനെ എന്തുകൊണ്ടാണ് വീട്ടിലേക്ക് വരുന്ന അതിഥികൾ ആശ്ചര്യത്തോടെ നോക്കിയിരുന്നത്? ഗംലെ മേ ലഗാക്കർ ഉസ് പൗധെ കോ സുന്ദർ ഢംഗ് സെ സജാ ദിയാ ഥാ. ആ ചെടിയെ ഒരു ചെടിച്ചട്ടിയിൽ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. ഇസ്ലിയെ അതിഥി ഉസെ ആശ്ചര്യ സെ ദേഖ്തേ ഹൈ. ഇതുകൊണ്ടാണ് അതിഥികൾ അതിനെ ആശ്ചര്യത്തോടെ നോക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ധീരെ ധീരെ മേ ബോൺസായി മേ തബ്ദീൽ ഹോ ഗയി. ഇസ്സെ ആപ്നെ ക്യാ സമझ? പതുക്കെ പതുക്കെ ഞാൻ ബോൺസായി ആയി മാറി. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? ഡ്രോയിങ് रूम में गमले में लगा वह पौधा प्रकृति से अलग होकर धीरे धीरे बड़ा होने लगा. ഡ്രോയിങ് റൂമിൽ ഒരു ചെടിച്ചട്ടിയിൽ അലങ്കരിച്ച് വെച്ചിരുന്ന ആ ചെടി പതുക്കെ പതുക്കെ പ്രകൃതിയിൽ നിന്ന് വേർപെട്ട് തന്നെ വളരാൻ തുടങ്ങി. വ ബോൺസായി കെ റൂപ് മേ ഛോട്ടാ പൗധാ ഹി രഹ. അത് ബോൺസായ് എന്ന രൂപത്തിൽ ചെറിയൊരു ചെടിയായി തന്നെ നിലനിന്നു. അടുത്തത് മുജ്മേ ലഗെ ഫൽ ഫൂൽ നെ തുമ്ഹെ ഫിർ ഡറായ. ഇസ്സെ ആപ്കോ ക്യാ ആശയ മിൽത്താ ഹൈ. എന്നിലുള്ള പൂക്കളും പഴങ്ങളും ഒക്കെ നിന്നെ വീണ്ടും പേടിപ്പിച്ചു. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? എന്ത് ആശയമാണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്? ബോൺസായി മേ ഫൽ ഫൂൽ ലഗ്നെ സെ വഹ് ബഡാ ഹോ ജായേഗ ഓർ ജഡേ ഫൈൽ ജായെങ്കി. ബോൺസായിൽ പുതിയ പഴങ്ങളും പൂക്കളും ഒക്കെ വരുമ്പോൾ അത് വലുതാവും. അത് വലുതാവുന്നതിൻ്റെ ഒരു ലക്ഷണമാണ് ഈ പൂക്കളും പഴങ്ങളും ഒക്കെ. അത് വലുതാവാൻ മാത്രമല്ല, അതിൻ്റെ വേരുകൾ കൂടുതൽ പടരുകയും ചെയ്യും. തബ് ബോൺസായി കി ശോഭ നഷ്ട് ഹോ ജായേഗി. അങ്ങനെ അത് വളർന്നാൽ ബോൺസായിയുടെ ഭംഗി നഷ്ടപ്പെടും. ഇസ്ലിയെ മാലിക് ഡർത്താ ഹൈ. ഇതുകൊണ്ടാണ് അതിൻ്റെ ഉടമസ്ഥൻ പേടിക്കുന്നത്. ബോൺസായി മേ ഫൽ ഫൂൽ ലഗ്നെ പർ മാലിക് നെ ഉസെ ഘൂരെ പർ ക്യൂ ഫേങ്ക് ദിയ. ബോൺസായിൽ പഴങ്ങളും പൂക്കളും ഒക്കെ വന്നപ്പോൾ എന്തിനാണ് ഈ ഓണർ അതിനെ ഡസ്റ്റ്ബിന്നിലേക്ക് വലിച്ചെറിഞ്ഞത്? ബോൺസായിനെ ഡസ്റ്റ്ബിന്നിലേക്ക് വലിച്ചെറിഞ്ഞു എന്ന് നമ്മൾ പോയത്തിൽ കണ്ടു അല്ലേ. അതെന്തിനാണ് എന്നാണ് ചോദിക്കുന്നത്. ബോൺസായി കോ ഡ്രോയിങ് റൂം മേ സജാക്കർ രഖാ ഥാ. ബോൺസായിയെ ഡ്രോയിങ് റൂമിൽ, അതായത് ഹാളിൽ നല്ല ഭംഗിയായി അലങ്കരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഉസ്മേ ഫൽ ഫൂൽ ലഗ്നെ സെ വഹ് ബഡാ ഹോ ജായേഗ. അതിൽ പഴങ്ങളും പൂക്കളും ഒക്കെ വരുമ്പോൾ അത് വലുതാവും. തബ് വഹ് ബോൺസായി നഹി രഹേഗ ഇസ്ലിയെ മാലിക് ने उसे घूरे पर फेंक दिया. അത് വലുതാവുകയാണെങ്കിൽ അതൊരു ബോൺസായി അല്ലാതാവും അല്ലേ. അതുകൊണ്ടാണ് ഓണർ അതിനെ ഡസ്റ്റ്ബിന്നിലേക്ക് വലിച്ചെറിഞ്ഞത്. അത് ബോൺസായി അല്ലാതെ ആയി പോകുന്നത് കൊണ്ടാണ് ഡസ്റ്റ്ബിന്നിലേക്ക് വലിച്ചെറിഞ്ഞത്. घूरे पर बोनसाई की जड़ें और फैल गई का मतलब क्या है? ഡസ്റ്റ്ബിന്നിൽ ബോൺസായിയുടെ വേരുകൾ വീണ്ടും പടർന്നു, പിന്നെയും പടർന്നു എന്നുള്ളത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? घर के अंदर से घर के बाहर घूरे पर आने से बोनसाई को प्रकृति से हवा, पानी और धूप मिलता है. വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് വീട്ടിൻ്റെ പുറത്ത് ഉള്ള ഡസ്റ്റ്ബിന്നിലേക്ക് വന്നപ്പോൾ ബോൺസായിക്ക് നല്ല കാറ്റും വെള്ളവും പ്രകാശവും ഒക്കെ കിട്ടുന്നുണ്ട്. ഉസ്കി ജഡോं को फैलने की जगह भी मिलती है. അതിൻ്റെ വേരുകൾക്ക് പടരാനുള്ള സ്ഥലവും കിട്ടുന്നുണ്ട്. അപ്പോൾ അത് പ്രകൃതിയിലേക്ക് തിരിച്ചു വന്നതുകൊണ്ടാണ് അതിൻ്റെ വേരുകൾ വീണ്ടും പടർന്നത് എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അടുത്തത് കവിത സെ വിശേഷ് അർത്ഥ് കോ സൂചിത് കർനെ വാലെ ശബ്ദോं को पहचाने. കവിതയിൽ നിന്ന് പ്രത്യേക അർത്ഥത്തെ സൂചിപ്പിക്കുന്ന വാക്കുകൾ തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എക്സാമ്പിളായിട്ട് ബോൺസായി, ആംഗൻ എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് ഒന്നിൽ കൂടുതൽ വസ്തുക്കളെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്നത്. ബോൺസായി എന്നത് സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട ആളെ വിശേഷിപ്പിക്കാനും ബോൺസായി എന്ന ഒരു ചെടിയെ വിശേഷിപ്പിക്കാനും പിന്നെ ബോൺസായി ആ ഒരു ചെടീനെ വളർത്തുന്ന രീതിയെയും ബോൺസായി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതുപോലെ പല കാര്യങ്ങളെയും വിശേഷിപ്പിക്കുന്ന വാക്കുകൾ നമ്മൾ കവിതയിൽ നിന്ന് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഗംല
എന്നുള്ള വാക്ക് എഴുതാം, ഡ്രോയിങ് റൂം എഴുതാം, മോസം എഴുതാം, ജഡേ എഴുതാം. ഇനിയും കുറേ വാക്കുകൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് കണ്ടെത്തി എഴുതാവുന്നതേ ഉള്ളൂ. അടുത്തത് ബോൺസായി കിൻ കിൻ കെ പ്രതീക് ഹോ സക്തേ ഹെ. ബോൺസായി എന്തിൻ്റെ എല്ലാം പ്രതീകമാണ്, എന്തിനെ എല്ലാമാണ് ഇത് സൂചിപ്പിക്കുന്നത്? പ്രകൃതി സെ അലഗ് ഹോക്കർ ജീനെ വാലെ ലോഗ്. പ്രകൃതിയിൽ നിന്ന് വേർപെട്ട് ജീവിക്കുന്ന ആൾക്കാരും. ഓർ അപ്നി ആസാദി നഷ്ട് ഹോക്കർ ജീനെ വാലെ ലോഗ്. സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരെയും ബോൺസായി സൂചിപ്പിക്കുന്നുണ്ട്. ക്യാ ബോൺസായി കിസി വിശേഷ് അർത്ഥ് കി സൂചന ദേത്താ ഹെ. ബോൺസായി എന്തെങ്കിലും പ്രത്യേക കാര്യത്തെ സൂചിപ്പിക്കുന്നുണ്ടോ? अपने स्वार्थ के लिए जो दूसरों की आज़ादी छीनते हैं उन लोगों पर व्यंग करता है. സ്വന്തം സെൽഫിഷ്നെസ്സിന് വേണ്ടി മറ്റുള്ളവരുടെ ഇൻഡിപെൻഡൻസ്, മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യം തട്ടിയെടുക്കുന്നവരെ ഒരു ഹ്യൂമറസ് ആയിട്ടുള്ള രീതിയിൽ ക്രിട്ടിസൈസ് ചെയ്യുന്നു. ഇനി നമുക്ക് ഒരു ആസ്വാദൻ ടിപ്പണിയാണ് തയ്യാറാക്കാനുള്ളത്. സുധാ ഉപാധ്യായ് ഹിന്ദി സാഹിത്യ की പ്രസിദ്ധ കവയിത്രി है. സുധാ ഉപാധ്യായ് ഹിന്ദി സാഹിത്യത്തിലെ ഒരു പ്രസിദ്ധ കവയത്രിയാണ്, ഒരു പോയറ്റാണ്. ഉൻഹോനെ അപ്നി കവിതായേ സരൽ ഭാഷ മേ ലിഖേ ഹേ. അവരുടെ പോയംസ് എല്ലാം വളരെ സിമ്പിളായിട്ടുള്ള ലാംഗ്വേജിലാണ് എഴുതിയിട്ടുള്ളത്. ബോൺസായി ഏക് പ്രതീകാത്മക രചന ഹേ. ബോൺസായി ഒരു പ്രതീകാത്മക രചനയാണ്. ഇസ്മേ ബോൺസായി ശോഷിത് ഓർ പീഡിത് വർഗോ കാ പ്രതീക് ഹേ. ഈ കവിതയിൽ ബോൺസായി ചൂഷണത്തിനിരയാകുന്ന വിഭാഗങ്ങളുടെ പ്രതീകമാണ്. വികാസ് കർനെ സെ റോക്കെ ഗയെ ജീവൻ കോ കവയത്രി നെ ബോൺസായി കെ ജരിയെ പ്രസ്തുത് കിയാ ഹെ. വളരാനുള്ള അവകാശം നഷ്ടപ്പെട്ട ജീവിതങ്ങളെയാണ് കവയത്രി ബോൺസായി എന്ന കവിതയിലൂടെ പരിചയപ്പെടുത്തുന്നത്. യഹ് കവിത സമാജ് के प्रति एक सशक्त आलोचना और जीवन के प्रति സകാരാത്മക ദൃഷ്ടികോൺ കാ ഉദാഹരൺ ഹെ. ഈ കവിത സൊസൈറ്റിക്കെതിരെ ഒരു ക്രിറ്റിസിസം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്, ജീവിതത്തിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് കാണിക്കുന്നുമുണ്ട്. യഹ് കവിത ഹമേ സിഖാത്തി ഹെ കി ചാഹെ കിത്നി ഭി ഘടനായാ ഹോ ഉൻ സബ്സെ ലഡ്നെ കെ ലിയെ ഹം സക്ഷം ഹെ. ഈ കവിത നമ്മളെ പഠിപ്പിക്കുന്നത് ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിനെയൊക്കെ ഫൈറ്റ് ചെയ്ത് മുന്നേറാനൊക്കെ നമ്മൾ പ്രാപ്തരാണ് എന്നാണ്. बोनसाई सीमाओं के भीतर रहते हुए भी स्वतंत्रता का सपना देखने और उसे हासिल करने का प्रतीक है. ഈ കവിതയിൽ ബോൺസായി കുറേ ലിമിറ്റ്സ് ഉണ്ട്. സ്വാതന്ത്ര്യത്തെ സ്വപ്നം കാണുകയും അത് കൈവരിക്കുകയും ചെയ്യുന്നു. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ. സ്നേഹപൂർവ്വം മാളവിക.